കാണണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. അനീഷേട്ടൻ തേച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു പറയും. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അനീഷേട്ടനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടന് ഒരു പ്രശ്നമില്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അനീഷേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചില്ലേ? അനുമോൾ എന്തോ പറഞ്ഞില്ലേ ഉത്തരം? അതെന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? ചേട്ടൻ കേട്ടില്ലേ? ഇല്ല. നോക്ക്. തേഞ്ഞൊട്ടി. പറ. ഇല്ല. ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ രണ്ടാമതോട്ടും പറയാം, കേൾക്കാത്തോണ്ട്. ഇല്ല. ഏറ്റില്ല അല്ലേ? ഇല്ല. അതെ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ? വന്നില്ലെങ്കിൽ വാങ്ങി തരൂ. എന്തൊക്കെ അറിയണം? അല്ല, അനീഷേട്ടന് 1 ലക്ഷം രൂപ തന്നെ കിട്ടി. 10 ലക്ഷം രൂപ. എനിക്കില്ലാത്ത പ്രശ്നം ചേട്ടന്. അല്ല, ഞങ്ങൾക്ക് അല്ല കേട്ടോ, ഭാര്യയുടെ മക്കളെ കാര്യമൊക്കെ അന്വേഷിക്കണം. കാര്യം മാത്രം അന്വേഷിച്ച പോരാ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.